സാർ തുടങ്ങുവാണേ. യെസ്. മനസ്സ് നന്നാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 147-ാം ജന്മദിനമാണ് ഇന്ന്. ഈ സുദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 75-ാം വാർഷികം നമ്മുടെ കലാലയം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. ഭാരതീയം എന്ന പേരിലുള്ള ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി യോധ എന്ന ഒരു പ്രത്യേക വിദ്യാർത്ഥികളുടെ പ്രഭാഷണ പരമ്പര തന്നെ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. യോധ പരമ്പരയിൽ ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ ഉദ്ദേശം. ഈ യോഗത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി മിസ്റ്റർ ക്രിസ് കുര്യാക്കോസ് എബ്രഹാമിനെ ക്ഷണിക്കുന്നു. A warm good afternoon to one and all present here. Today, we are present here to honor the 146th birth anniversary of Sardar Vallabhbhai Jawaharlal Patel, who served as the first Deputy Prime Minister in India from 1947 to 1950. It gives me an immense pleasure to start this auspicious occasion by welcoming you all to the program Yoda 3, conducted by Madathilashan Center for Human Empowerment of KG College. First of all, I would like to invite Dr. Vibin K. Varghese, coordinator of Madathilashan Center and also the program officer of NSF, who will deliver the presidential address. Next, I heartily welcome Michael Susan Monsi, first year BCom student, who is going to give the keynote address. Next, I welcome Betty Joseph, first year BSc Chemistry student, who will give the vote of thanks. Next, I welcome the coordinator of IQAC and also the associate NCC officer, Renish Joseph, to this program. And also, I welcome our program officer of NSF, Professor Archana Karta, on this occasion. Last but not the least, I welcome all my friends who are present here. Thank you. താങ്ക് യു ക്രിസ് കുര്യാക്കോസ്. അടുത്തതായി നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനും മടത്തിലാച്ചൻ സെന്റർ കോർഡിനേറ്ററും ആയ ഡോക്ടർ ബിപിൻ കെ വർഗീസ് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒക്ടോബർ 31 ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 147-ാം ജന്മദിനമാണ്. നമ്പറുകൾക്കകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാം. 147-ാം ജന്മദിനവും 146-ാം ജന്മവാർഷികവുമാണ്. ആ സുദിനത്തിൽ ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെയധികം പ്രയത്നിച്ച വ്യക്തിയാണ് സർദാർ പട്ടേൽ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകമായ പങ്ക് വഹിച്ചു. അതേക്കുറിച്ചൊക്കെ മീഖൽ തന്റെ പ്രഭാഷണത്തിൽ പറയും. അങ്ങനെ വളരെ സ്തുത്യർഹമായ ഒരു സേവനം അനുഷ്ഠിച്ച രാഷ്ട്രതന്ത്രജ്ഞനും ധീരദേശാഭിമാനിയും ഒക്കെ ആയിരുന്നു സർദാർ പട്ടേൽ. അദ്ദേഹത്തിന്റെ 147-ാം ജന്മദിനത്തിൽ രാഷ്ട്രം അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ ദേശീയ ഏകതാ ദിനം എന്നുള്ള ഒരു പ്രത്യേകമായ ടൈറ്റിൽ കൊടുത്ത് തന്നെ ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി പല പ്രോഗ്രാമുകൾ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്കറിയാം, അതിന്റെ ഭാഗമായുള്ള ഒരു പോസ്റ്റർ ഡിസൈനിങ് കോമ്പറ്റീഷൻ, ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഓൾറെഡി നടക്കുന്നു. അതോടൊപ്പം തന്നെ ഏകതാ പ്രതിജ്ഞ എടുക്കുന്നു. ഇന്നിപ്പോ ഇവിടെ ഒരേ സമയം 2 പ്രോഗ്രാമുകൾ നമ്മൾ ഒരുമിച്ച് ക്രമീകരിക്കുകയാണ്. സർദാർ പട്ടേലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണം, അതിന്റെ അവസാനത്തിൽ നമ്മുടെ യോധ ലെക്ചറിന്റെ ഒരു പൊതു പ്രത്യേകതയായ ഓൺലൈൻ ക്വിസ്, അങ്ങനെ നമ്മുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളോടെ സർദാർ പട്ടേലിനെ അനുസ്മരിക്കുകയാണ്. പൊതുവായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം,
യോധ സീരീസിലും ഇതിനുശേഷമുള്ള കേരള കേസരി സീരീസിലും ഒക്കെ ആയിട്ട് നമ്മൾ ധീരദേശാഭിമാനികളെ പലരെയും അനുസ്മരിക്കുന്നുണ്ട്. അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെക്കാൾ ഉപരി രാഷ്ട്രത്തെയും സമൂഹത്തെയും കരുതി എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമാണ്. നമ്മുടെ NSSന്റെ മോട്ടോ തന്നെ നമുക്കറിയാം, നോട്ട് മീ ബട്ട് യു ആണ്. ഈ നോട്ട് മീ ബട്ട് യു എന്ന തീമിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് നമ്മുടെ ധീരദേശാഭിമാനികൾ എല്ലാവരും. ഇവരെല്ലാവരും അവരവരെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല, ചിന്തിച്ചത് മുഴുവൻ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രത്തിന്റെ നന്മയെക്കുറിച്ചുമാണ്. അതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും വളർച്ചയും വികസനവും എല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അവരെ അനുസ്മരിക്കുന്നു എന്നതിനപ്പുറമായിട്ട് ഈ ധീരദേശാഭിമാനികൾ നമുക്ക് കാണിച്ചു തന്ന മഹത്തായ ഒരു മാതൃകയുണ്ട്. അതിനെ പിന്തുടരുക എന്നുള്ളതാണ് സുപ്രധാനം. അവരുടെ രാഷ്ട്രസ്നേഹവും അവരുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെയാണ് 1947 ഒന്നുമല്ലാതിരുന്നത്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ സമ്പൽ സമൃദ്ധമായ വൈജ്ഞാനിക രംഗത്തുൾപ്പെടെ എല്ലാ മേഖലകളിലും മുന്നോക്കം നിന്നിരുന്ന ഇന്ത്യയെ ഏകദേശം 4 നൂറ്റാണ്ട് നീണ്ട വിദേശ ആധിപത്യത്തിൽ, ഇനി ഏറ്റവും അവസാനം ബ്രിട്ടീഷുകാർ വരെ നീണ്ടു നിൽക്കുന്ന ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ഒക്കെ ഉൾപ്പെടുന്ന വിദേശ അധിനിവേശത്തിന് ശേഷം 4 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഇന്ത്യ ഒന്നുമല്ലാതെ ആയിത്തീരുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്ന് ഇന്ത്യയെ വീണ്ടും ലോകത്തിന്റെ മുമ്പിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് ഇവരുടെ ത്യാഗ നിർഭരമായ ജീവിതവും അതോടൊപ്പം തന്നെ ഇവരുടെ വ്യക്തമായ കാഴ്ചപ്പാടുകളും ദിശാബോധവും ഒക്കെയാണ്. ഇതാണ് നമ്മയും നയിക്കേണ്ടത്. ഇപ്പം 2021 നമുക്കറിയാം, നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന വിദ്യാർത്ഥികളെയും രാഷ്ട്രത്തെ മുഴുവനെയും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം കേരള അസംബ്ലിയിലൊക്കെ വന്ന് വിഷൻ 2020 എന്ന് പറഞ്ഞൊരു സംഭവം അവതരിപ്പിച്ചു. നമുക്കൊരു 2050 എന്നൊരു വിഷനിലേക്ക്, 2050 എന്ന് പറയുമ്പോൾ ഏകദേശം 30 വയസ്സും കൂടെ നിങ്ങളുടെ പ്രായത്തോടൊപ്പം എത്തും. എല്ലാവരും ഒരു 20 വയസ്സ് റേഞ്ചുള്ളവരാണ്, 50 വയസ്സിലേക്ക് എത്തും. ആ 2050 ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ള കൃത്യമായ ഒരു ലക്ഷ്യം നിർണയിക്കാൻ യുവതലമുറയ്ക്ക് പറ്റണം. ഇതാണ് നമ്മുടെ പൂർവികർ നമ്മളെ കാണിച്ചു തന്നത്. അങ്ങനെയുള്ള ഒരു ലക്ഷ്യം നിർണയിക്കുമ്പോഴാണ് ഈ പറയുന്ന അനുസ്മരണങ്ങളൊക്കെ സാർത്ഥകമാകുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു ദർശനത്തോടെ രാഷ്ട്രത്തെയും സംസ്ഥാനത്തെയും നാടിനെയും ഒക്കെ നയിക്കാൻ നമ്മുടെ യുവസമൂഹം മുന്നോട്ട് വരണം എന്ന് ആഹ്വാനം ചെയ്യുന്നു. അതിനുള്ള ഒരു പ്രേരണയായിട്ട് നമ്മുടെ ഈ പറയുന്ന അനുസ്മരണങ്ങളും യോധ കേരള കേസരി പ്രഭാഷണങ്ങളും ഒക്കെ മാറണം. അവരുടെ ത്യാഗസന്നദ്ധതയും അവരുടെ ദിശാബോധവുമാകണം നമ്മെ വഴി നയിക്കേണ്ടത്. എല്ലാവരും അതിനായി പ്രയത്നിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരും ആ ഒരു ദേശീയ ബോധത്തിൽ, ഐക്യബോധത്തിൽ നിലനിൽക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നു. താങ്ക് യു വിപിൻ സാർ. അടുത്തതായി സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് 1ാം വർഷ BCom വിദ്യാർത്ഥിനി കുമാരി മീഖൽ സൂസൻ മൂൻസിയാണ്. മീഖലിനെ അവതരണത്തിനായി ക്ഷണിക്കുന്നു. Good afternoon. Good afternoon. സ്ലൈഡ് കാണാലോ? കാണാം മീഖൽ. October 31, Rashtriya Ekta Divas or National Unity Day. Every year since 2014, this day is observed as the birth anniversary of the great legendary leader, the supreme architect in the unification of India, Sardar Vallabhbhai Patel. The day is meant to instill a sense of belonging to the nation in the hearts of every citizen. Today, as we celebrate the 146th birth anniversary of this great legend, I pay my profound tributes to Sardar for his determination, dedication, and diplomacy in making our country a united nation. Patel, one of the 6 children of Jawarbai Patel and Labda, was born on 31st October 1875 in Nadiad, Kedah district in Gujarat. His schooling was from Nadiad, Petland, and Bosland.
Patel himself harbored a plan to become a lawyer and practice law in Godhra, Borsat, and Anand. His childhood dream was to travel to England and become a barrister. At the age of 36, he journeyed to England and enrolled at the Middle Temple in London. Completing a 36-month course at 30 months, Patel finished at the top of his class despite having any previous college background. Patel was the first chairman and founder of Edward Memorial High School, Bodsat, today known as Jawarbai Dajibai Patel School. A mind changing incident. After his graduation in law, he returned to India and settled in Ahmedabad and became one of the city's most successful barristers. Until he met Gandhiji in Ahmedabad, he doesn't have any interest in political work, and as a common man, he was leading a normal life. But when they happened to meet, he was impressed by Gandhiji's ideologies about satyagraha and fell under his spell. His life as an epic leader. In 1917, he became the secretary of the Gujarat wing of the Congress Party and volunteered to lead the Kheda campaign against the taxation of peasants. After this, in 1920, he was elected as the president of Gujarat Pradesh Congress Committee and remained in that position till 1945. Another major movement led by Patel was in 1928, the Bardoli Satyagraha. Here again, he asked the farmers to refuse to pay taxes in the wake of floods and famines in that area. After the success of this campaign, he was titled Sardar by his colleagues. He led a great role as the first Home Minister as well as the Deputy Prime Minister of India in 1947. Integration of princely states. Our history has taught us one great truth that great freedom comes from great responsibilities and greater challenges. In 1947, Mother India gained her long awaited independence, but wasn't about to torn apart into thousands of pieces. In 1947, Independence Act, an act of Parliament of UK that partitioned British India into two new independent dominions of India and Pakistan. This act allowed the princely states either accede to India or Pakistan or stay independent. Almost 565 princely states were undecided about joining the Indian Union and progressing to form a third dominion. Their separation would have destroyed our nation even before we got an opportunity to build it. India was crumbling. She was in desperate need of a uniting force. During this critical time, Sardar, the legendary leader, became the symbol of unity. Using tactful methods of persuasion, promising handsome privy purses, and sometimes stern administrative measures, Sardar succeeded in the merging of 565 princely states into the Indian Union without any bloodshed. His pivotal role in the unification of India gave him the title the Iron Man of India, the Bismarck of India. He is also remembered as the patron saint of Indian civil services for having established the modern All India services. Statue of Unity. As a tribute to this great architect of United India, the Statue of Unity was built on 31st November 2018. The monument is located next to the mighty river Narmada and Sardar Sarovar Dam with the beautiful Vindhya and Satpura mountain ranges on both sides. The height of the statue is 182 meters, was fixed to match the total Democratic Assembly constitutions in Gujarat. The statue was 2 times taller than the Statue of Liberty and 4 times taller than the Christ the Redeemer. It was designed by Ram B. Suthar. The grand edifice is an ex tribute to a leader of such grand structure. Towards his twilight years. In his twilight years, he was honored by the parliament members and awarded doctorates in law by Nagpur University, the University of Allahabad, and Banaras Hindu University in November 1948. He died on 15 December 1950 due to a massive heart attack. In 1991, he was awarded Bharat Ratna posthumously. Thank you.
താങ്ക് യു മിഖൾ. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഗൂഗിൾ ഫോം നമ്മുടെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട്. എല്ലാവരും അതിൽ പങ്കുചേരേണ്ടതാണ്. അടുത്തതായി നമ്മുടെ ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി കുമാരി ബെറ്റി ജോസഫിനെ ക്ഷണിക്കുന്നു. ലക്ഷ്മി ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഷെയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ 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 ഓക്കെ. ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ശാലു എപ്പോ വരെയാ ടൈം? ഹലോ ശാലു. 2:40 വരെ. ഓക്കെ. 20 മിനിറ്റ്സ് ഉണ്ട് 2:40 വരെ. മാക്സിമം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മാക്സിമം ആളുകൾ ക്വിസ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ. ലക്ഷ്മി കണ്ടിന്യൂ ചെയ്യൂ. അടുത്തതായി നമ്മുടെ ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി കുമാരി ബെറ്റി ജോസഫിനെ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 146-ാം ജന്മദിനമായ ഇന്ന് നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിച്ചു. ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ NSS പ്രോഗ്രാം ഓഫീസറും മടത്തിലാശാൻ സെന്ററിന്റെ കോർഡിനേറ്ററുമായ ഡോക്ടർ വിപിൻ കെ വർഗീസ് സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്നത്തെ ഈ യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകിയ ഫസ്റ്റ് ഇയർ BCom സ്റ്റുഡന്റ് ആയ മിസസ് മീഗൾ സൂസൻ മോൺസിക്കും എന്റെയും NSS യൂണിറ്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അസോസിയേറ്റ് NCC ഓഫീസറും IQAC കോർഡിനേറ്ററുമായ ലഫ്റ്റനന്റ് റെനീഷ് ജോസഫ് സാറിന് എന്റെയും NSS യൂണിറ്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. NSS പ്രോഗ്രാം ഓഫീസറായ പ്രൊഫസർ അർച്ചന മിസ്സിനും എന്റെയും NSS യൂണിറ്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈവന്റ് മനോഹരമായി കോമ്പയർ ചെയ്ത ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് സ്റ്റുഡന്റ് ലക്ഷ്മിപ്രിയ AM-നും എന്റെയും NSS യൂണിറ്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ NSS വോളണ്ടിയേഴ്സിനും എന്റെയും NSS യൂണിറ്റിന്റെയും പേരിലുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. മനസ്സു നന്നാവട്ടെ. താങ്ക് യു ബെറ്റി. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ മീറ്റിംഗിൽ നിന്നും ലെഫ്റ്റ് ആകാവുന്നതാണ്. ജയ് ഹിന്ദ്.